എൻ്റെ പേര് എലിസബത്ത് ലീ എന്നാണ്. ഞാനിവിടെ വന്നിരിക്കുന്നത് സ്പോഞ്ച് ഉപയോഗിച്ച് ഒരു പാവയെ എങ്ങനെ ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു സ്പോഞ്ച് നിങ്ങളെല്ലാവരും കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതൊരു സ്ക്വയർ സ്പോഞ്ച് എല്ലാവരും വാങ്ങിക്കാം. ഇനി നമുക്ക് വേറെ വേണ്ടതെന്ന് വെച്ചാൽ ഡബർ ബാൻഡ്. നമ്മൾ ഈ മുടി കിട്ടുന്ന ഡബർ ബാൻഡ് ആണ് മെയിൻ വേണ്ടത്, കറുത്ത ഡബർ ബാൻഡ്. പിന്നെ വേണ്ട നമ്മുടെ പാവയുടെ കണ്ണ്, മൂക്ക് സെറ്റായിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് വേണ്ടാക്കണം നോക്കാം. ആദ്യം തന്നെ നമ്മൾ റബ്ബർ ബാൻഡ് എടുക്കുക. അതിനുശേഷം ഇതേപോലെ പാവയുടെ കഴുത്തിൻ്റെ ഭാഗം ഒന്ന് ശരിയാക്കി കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതേപോലെ ശരിയാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പാവയുടെ ഒരു ഏകദേശം ഒരു ഷേപ്പ് കിട്ടിയില്ലേ? ഇല്ലേ? കണ്ടോ? ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്തതായിട്ട് നമ്മൾ പാവയുടെ ചെവിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചെവിക്ക് ഇത് കണക്ക് തന്നെ നമ്മൾ ഈ പാവയുടെ ഈ ഭാഗം ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഇതേപോലെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ പാവയുടെ ചെവി ഇവിടെ റെഡി ആയിട്ടാണ് കേട്ടോ. ഇനി ഇപ്പുറത്തും അത് കണക്ക് തന്നെ പാവയുടെ ചെവി സെറ്റാക്കി കൊടുക്കുക. രണ്ട് സൈഡും ഒരേപോലെ പാവയുടെ ചെവി നിങ്ങൾ സെറ്റാക്കി കൊടുക്കാനേ. അതിന് ശേഷം കൈ വെച്ച് ഇങ്ങനെ ഒന്ന് വീതിച്ച് അങ്ങനെ കൊടുക്കണം കേട്ടോ. പാവയുടെ ചെവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പാവയുടെ കാലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പ്രസ്സാക്കി കൊടുക്കണം കേട്ടോ. പാവയുടെ കാലൊക്കെ റെഡിയാക്കി എടുക്കാം. നമ്മൾ എങ്ങനെയാണോ ചെവി ചെയ്തത് അത് കണക്ക് തന്നെയാണ് നമ്മുടെ പാവയുടെ കാലും റെഡിയാക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഈ സൈസ് റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ ഏത് റബ്ബർ ബാൻഡ് ആയാലും നമുക്ക് പാവന ഉണ്ടാക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഇതാക്കി കൊടുക്കട്ടോ. പാവയുടെ ചെവി പിന്നെ രണ്ട് കാല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാവയുടെ കണ്ണും മൂക്കും വരുന്നത്. അതിനിട്ട് നമ്മൾ ഇതെടുക്കാം. കണ്ണ് നമ്മൾക്ക് വലുതോ ചെറുതോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറുതാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് ചെറുത് കണ്ണെടുക്കുക. പിന്നെ ഫെവിക്കോള് ഒക്കെ എടുക്കാം. പശ എടുക്കാം. പശ എടുത്ത ശേഷം കണ്ണില്ലേ, കണ്ണിൻ്റെ ചുറ്റും ഇതുപോലെ പശ ആക്കി കൊടുക്കുക. അതിന് ശേഷം ഇവിടെ ഇങ്ങനെ ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ അടുത്തതും ആക്കി കൊടുക്കാം. കണ്ടോ? അടുത്തത് ഇങ്ങനെ ശരിക്കും പശ തേച്ച് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പാവയുടെ കണ്ണ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാവയുടെ മൂക്കാണ് വേണ്ടത്. നമുക്ക് റെഡിയാക്കി എടുക്കാം.
അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, കത്രികയോ എന്തെങ്കിലും സാധനമൊക്കെ നമുക്ക് എടുക്കാം. കത്രിക ഉപയോഗിച്ച് നമുക്കിതാ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോഴത്തേക്കും അവിടെ മൂക്കിനുള്ള ഒരു തുള കിട്ടി. ഒരുപാട് കുത്തി കൊടുക്കണ്ട, കൃഷ്ണൊന്ന് കുത്തി കൊടുത്താൽ മതി. നമുക്ക് അവിടെ മൂക്കെടുക്കാം. മൂക്ക് ഇതുപോലെ കറക്കി കൊടുക്കും. കണ്ടോ എല്ലാവരും? അപ്പോൾ നമ്മുടെ ഇവിടെ സ്പോഞ്ച് പാവ നല്ല ഭംഗിയായിട്ട് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ കുഞ്ഞുമക്കളൊക്കെ ഇതൊന്ന് നോക്കി പഠിപ്പിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ അവർക്ക് നല്ലൊരു സ്കൂളിലൊക്കെ ആയാലും അല്ലെങ്കിൽ നല്ലൊരു ക്രാഫ്റ്റാണ് ഈ സ്പോഞ്ച് പാവ. അപ്പം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ സ്പോഞ്ച് പാവ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് ഞാൻ വരുന്നത് പോലെ കുഞ്ഞു ക്രാഫ്റ്റ് വീഡിയോ ഉണ്ടാക്കുന്ന ഒരു ഇതായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.